ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? വി ക്യാൻ സേ ഐ ആം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഏബിൾ ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ അതിനുള്ള പവർ ഉണ്ട്, സ്കില്ലുണ്ട് എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളിലൊക്കെയും നമുക്ക് ഏബിൾ ടു യൂസ് ചെയ്ത് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാലോ. അവൾക്ക് മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നെങ്ങനെ പറയാം? ഷീ ഈസ് ഏബിൾ ടു സോൾവ് മാത്സ് പ്രോബ്ലംസ്. അവർക്ക് പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ദേ ആർ ഏബിൾ ടു ഫിനിഷ് ദ പ്രൊജക്റ്റ്. ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഏബിൾ ടു പറഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു റൂളാണ്. നമ്മൾ ഏതൊരു സെൻറ്റൻസും ഏബിൾ ടു യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ടു പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വെർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യണം. അതിപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും സെയിം റൂൾ തന്നെയാണ് വരുന്നത്. വേറെ എക്സാമ്പിൾ നോക്കിയാലോ. എനിക്ക് നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ സാധിക്കും എന്നെങ്ങനെ പറയാം? ഐ ആം ഏബിൾ ടു സ്പീക്ക് ഹിന്ദി. എനിക്ക് നന്നായിട്ട് ലെറ്റേഴ്സ് എഴുതാൻ സാധിക്കും. എങ്ങനെ പറയാം? ഐ ആം ഏബിൾ ടു റൈറ്റ് ലെറ്റേഴ്സ്. ഇവിടെ എല്ലാം ഏബിൾ ടുവിന് ശേഷം എന്താ യൂസ് ചെയ്തത്? വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്തത്. ഇതേപോലെ ഏബിൾ ടുവിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ വേറൊരാളുണ്ട്. ആരാന്നറിയണോ? അതാണ് കേപ്പബിൾ ഓഫ്. കേപ്പബിൾ ഓഫും ഏകദേശം ഈ സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. എനിക്ക് സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് കഴിവുണ്ട്, സ്കില്ലുണ്ട് എന്നൊക്കെ ഒരു മീനിങ് തന്നെയാണ് ഈ കേപ്പബിൾ ഓഫിന് വരുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസ് നോക്കിയാലോ. എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് സാധിക്കും എന്നെങ്ങനെ പറയാം? ഐ ആം കേപ്പബിൾ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. അവൾക്ക് മാത്സ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്നെങ്ങനെ പറയാം? ഷീ ഈസ് കേപ്പബിൾ ഓഫ് സോൾവിങ് മാത്സ് പ്രോബ്ലംസ്. അവന് അസൈൻമെൻറ്റ്സ് ചെയ്യാൻ സാധിക്കും. ഹീ ഈസ് കേപ്പബിൾ ഓഫ് കംപ്ലീറ്റിംഗ് ഹിസ് അസൈൻമെൻറ്റ്സ്. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? കേപ്പബിൾ ഓഫ് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ING ഫോം ഓഫ് ദ വേർബാണ്. അതാണ് കേപ്പബിൾ ഓഫിൻ്റെ റൂള്. നമ്മൾ കേപ്പബിൾ ഓഫ് പറഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മൾ ING ഫോം ഓഫ് ദ വേർബ് വേണം പറയാൻ. അതായത് ഫോർ എക്സാമ്പിൾ, ഐ ആം കേപ്പബിൾ ഓഫ് റൈറ്റിംഗ്, അല്ലെങ്കിൽ ഷീ ഈസ് കേപ്പബിൾ ഓഫ് സ്പീക്കിംഗ്, ദേ ആർ കേപ്പബിൾ ഓഫ് ഡാൻസിങ്. എപ്പോൾ നമ്മൾ പറയുന്ന സാഹചര്യങ്ങളിലും ING ഫോം ചേർത്തിട്ട് വേണം പറയാൻ. അതൊരു റൂളാണ്. ആ റൂൾ നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഒന്ന് എന്താണ്? ഏബിൾ ടു. രണ്ടാമത്തേതോ? കേപ്പബിൾ ഓഫ്. ഇത് രണ്ടും ആക്ച്വലി കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനി മുതൽ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇവരെ രണ്ടുപേരെ യൂസ് ചെയ്യുക. താങ്ക് യു.